ഹായ് ഫ്രണ്ട്സ്, വലുതാണ് നമ്മൾ BS6 വണ്ടി കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കൂടുതൽ ചെയ്യുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ CNG വണ്ടികൾ, CNG പഴയ മോഡൽ കസ്റ്റൺ എഞ്ചിന്റെ വീഡിയോസ് ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് CNG മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല വണ്ടികളും ചെയ്യാറുണ്ട്. കാരണം കൂടുതലും BS6 വണ്ടി തന്നെയായിരുന്നു ഈ അടുത്ത് കാലം വരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് CNG അതിപ്രസരം വല്ലാത്തൊരു കടന്ന് വരവ് ഉണ്ടായതിന് ശേഷം വണ്ടികളൊക്കെ കൂടുതലായിട്ട് വർക്ക് വന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒന്നുമല്ല, നമ്മളെ പഴയ വണ്ടികൾ പ്രോപ്പറായിട്ട് എടുക്കുന്ന ആളുകൾ പ്രോപ്പറായിട്ട് വർക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ കുറ്റപ്പെടുത്താൻ മാത്രം സമയം ചെലവഴിക്കും. അവനാണ്ട് സ്വന്തം വർക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്ന എല്ലാവരും ശ്രമിക്കുക. ആരെങ്കിലും വർക്ക് എടുത്ത് കൊണ്ടുവന്ന് ഓഞ്ചെടുത്ത് ശരിയായില്ല, അവനെടുത്ത് ശരിയായില്ല, അത്ര പൈസ അത്ര കയറ്റി, ഇവരത്ര പൈസ അത്ര എന്താ എങ്ങനെ കയറ്റിയെന്ന് പറഞ്ഞാൽ അവനാൻ്റെ വർക്കൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അറിയാത്തത് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്തിട്ട് എന്തുകൊണ്ട് റെഡിയാവുന്നില്ല, അതെങ്ങനെ ഷൂട്ട് ഔട്ട് ചെയ്ത് റെഡിയാക്കുക എന്നുള്ള പഠനത്തിലേക്ക് സമയം ചെലവഴിക്കും, മറ്റുള്ള കുറ്റപ്പെടുത്തുന്ന പകരം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മറ്റുള്ളവർ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ, നമ്മളെടുത്ത വണ്ടികൾ എന്തുകൊണ്ട്, നമ്മൾ എടുക്കുന്ന വണ്ടികൾ എന്തുകൊണ്ട് വേറെ വർക്ക്ഷോപ്പിൽ കീറിറങ്ങിയാണ് മാറി മാറി കീറിയും കൊണ്ട് നമ്മളെ വണ്ടി വർക്ക് റെഡിയാവാത്തത് കൊണ്ടോ, ചിലപ്പോൾ നമ്മളെ വർക്കായിരിക്കും, നമ്മൾ എടുക്കുന്ന വർക്കേഴ്സിൻ്റെ വർക്ക് കൊണ്ടുകൊണ്ടായിരിക്കും. നമ്മൾ വർക്കേഴ്സിനെ ഏൽപ്പിച്ചിട്ട് കൊടുത്തിട്ട് അവരെടുത്ത് ഡെലിവറി ആക്കിയ വണ്ടി പേര് വരെ നമ്മളെ പേരിലേക്കാണ് വരിക. അതും മനസ്സിലാക്കുക കഴിയുന്നതും. ഞാൻ അതുകൊണ്ട് തന്നെ അപ്പം പഴയ വണ്ടികളാരും വർക്കേഴ്സിനെ ഏൽപ്പിക്കില്ല, അത് നിർത്തി. കാരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ വണ്ടിയോട് നമുക്ക് എന്തെടുത്തില്ല എന്നുള്ള മറ്റുള്ളവർ എടുക്കുന്ന കുറ്റം കൊണ്ട് നമ്മൾ പയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പം വീട്ടിലുള്ള ഗാരേജിൽ കൊണ്ടുവന്നിട്ടാണ് പഴയ വണ്ടികൾ മൊത്തം മാർക്ക് എടുക്കുന്ന. ഷോപ്പിൽ നിന്ന് എടുക്കാറില്ല. അത് എന്നെ മാത്രം എൻ്റെ ഒരു എമൗണ്ട് ആയിരിക്കുമല്ലോ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും വരിക. അതുകൊണ്ട് എല്ലാവരും പഴയ വണ്ടി എടുക്കുന്ന ആളുകൾ അങ്ങനെ എടുക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ മേശന്മാർ ഏതെങ്കിലും പുതിയ തലമുറ ആളുകൾ ഈ ഒരു വണ്ടിയിലേക്ക് വരുമ്പോൾ, പുതിയ ആളുകൾ വരുമ്പോഴോ അതല്ലെങ്കിൽ പുതിയ ആൾ വർക്ക് എടുത്ത് ഇങ്ങനെ നല്ല ഹൈപ്പിലേക്ക് നല്ലൊരു ഇതിലേക്ക് വരുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു കണ്ണുകടി എന്നറിയാം. ആ വീഡിയോൻ്റെ ഒക്കെ നെഗറ്റീവ് കമൻറ്റ് ഇടുക എന്നുള്ള ചില ആളുകളെ മെയിൻ പരിപാടി. പിന്നെ എൻ്റെ നെഗറ്റീവ് വരെ നിലവിൽ ആരും വന്നിട്ടില്ല, പക്ഷെ ബാക്കി കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏതൊരാളും പഴയ ആളുകളും തിയറി അറിഞ്ഞുകൊണ്ട് നല്ല വർക്ക് എടുക്കുന്നത്. അപ്പോൾ പുതിയ ആളുകൾ വരുമ്പോൾ കുറച്ച് തിയറിക്കലായിട്ട് നോളജും കൂടെ ഉണ്ടാകുമ്പോൾ ആ ഒരു പഴയ വണ്ടികളെ വർക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ അന്നേ തിയറി പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ വണ്ടിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ, പഴയ വണ്ടിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പഴയ വണ്ടി നമ്മൾ ആശാൻ പണിയൊക്കെ നിർത്തി പഠിച്ചു എൻ്റെ തിയറിക്കൽ നോളജുകൾ എൻ്റെ കൂടെ പഠിച്ചതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് അതിൻ്റെ വർക്ക് അത്യാവശ്യം കുഴപ്പമില്ല എടുക്കുക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നെഗറ്റീവ് അടിച്ചിട്ടും അല്ലെങ്കിൽ വേറൊരാൾ നല്ല രീതിയിൽ വർക്ക് എടുത്ത് കൊണ്ടുവരുന്നതിന് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഈഗോ, ആ ഒരു മാനസികാവസ്ഥ ഒഴിവാക്കിയിട്ട് നമ്മൾ സ്വന്തം വർക്ക് ഇമ്പ്രൂവ് ചെയ്ത് എങ്ങനെ കസ്റ്റമറെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളത് മാത്രം ശ്രദ്ധിക്കാനുള്ള എനിക്ക് തോന്നുന്നുണ്ട്. അത് നന്നായിരിക്കും തോന്നുന്നു. അപ്പം ഏതായാലും ഈ വണ്ടി അതേമാതിരി ഒരു BS6 വണ്ടിയാണ്. BS6 വണ്ടി നമ്മുടെ അടുത്തേക്ക് വന്നത് ഒരുപാട് വർഷോപ്പിൽ കയറിറങ്ങിയിട്ട് സൊല്യൂഷൻ ഇല്ല, വണ്ടിക്ക് പിക്കപ്പ് ഇല്ല, വണ്ടി വലിക്കുന്നില്ല. അതുമാതിരി ഒരുപാട് കംപ്ലയിൻസ് ഇപ്പം എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ. പിന്നെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് MLA തെളിഞ്ഞ് ഓണും ഓഫായി വരുന്നു. അതിൻ്റെ സൊല്യൂഷൻ എവിടെ പോയിട്ടും കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം അതെന്ന് പറഞ്ഞാൽ BS6 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇലക്ട്രോണിക്സിൽ പിന്നെ മെക്ട്രോണിക്സ് ആണ് ഇപ്പോൾ വാഹനങ്ങൾ ഉയർന്നത്. ഇലക്ട്രോണിക്സിന് ഏറ്റവും കൂടുതൽ പിന്നെ പ്രാധാന്യം നൽകിക്കൊണ്ട വാഹനമാണ് BS6 ശേഷം വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇലക്ട്രോണിക്സിന്റെ ബേസിക് നോളജ് അല്ലാതെ ഇപ്പോൾ ഒരിക്കലും ഒരു വണ്ടി എടുക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും യൂട്യൂബിലോ മറ്റോ കണ്ട് അത് തോണ്ടിയൊക്കെ അല്ല മറ്റേ ചെയ്ത് നോക്കുക എന്നുള്ള ഒന്ന് ചെയ്യുമ്പോഴേക്കും മറ്റേ കംപ്ലൈൻറ്റ് ആവുന്ന അവസ്ഥയ്ക്കും കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ടാണ് വർഷവും മെക്കാനിക്കുകൾ ചിലപ്പോൾ ഈ വണ്ടികൾ കൊണ്ട് പെട്ടു പോകാറുണ്ട്. ഒന്നാമത് ആ ശ്രദ്ധിക്കാൻ പഠിക്കാനുള്ള മൈൻഡും, അത് എവിടെ പോയാലും ആ ഒരു കാരണങ്ങൾ അറിവ് നേടിയെടുക്കാം. നമുക്ക് ഈ ഫീൽഡിലേക്ക് അതിൽ ഇറങ്ങിയ ആളുകൾ നമുക്ക് ഇതുകൊണ്ട് ജീവിച്ചു പോകേണ്ടതാണ് അവസാനം വരെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പഠനത്തിന് നമ്മൾ സമയം ചെലവഴിക്കുന്നില്ല. യൂട്യൂബിൽ ഒരിക്കലും പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യങ്ങളൊന്നും ഒരു യൂട്യൂബേഴ്സും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഒരു എന്തായാലും റോളി മാറാനുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ മൊത്തത്തിൽ എക്സ്പോസ് ചെയ്യുക മൊത്തത്തിൽ എന്നല്ലാതെ അതിൻ്റെ ഒരു കോർ ലെവലുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ നിന്ന് എവിടെ നിന്ന് കിട്ടില്ല. പിന്നെ അപ്പോൾ അത് പഠിപ്പിക്കുന്ന ആളുകളും പഠിപ്പിച്ചു കൊടുക്കുന്ന ഏരിയകളും ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അല്ലെങ്കിൽ അത്രയും പ്രായമായില്ല ഞങ്ങൾ പഠിക്കാതെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അറിവ് ഏത് പ്രായത്തിൽ ഏത് സമയത്ത് നേടിയെടുക്കാവുന്നതാണ്. അതിനു വേണ്ടി അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് പിന്നെ പഠിച്ചെടുക്കാവുന്നുള്ളൂ എന്നുള്ളതാണ്. പഠിച്ചെടുക്കാൻ ഒരു വിഷയമില്ല, ആർക്കും പഠിച്ചെടുക്കുക. കുറച്ചൊരു IQ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക്സ്, ഞാനൊരു ബേസിക് ഇലക്ട്രോണിക്സ് ഉള്ള ആളാണ്. ആദ്യം ഇലക്ട്രോണിക്സ് ആയിരുന്നു പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ICM സർവീസ് കോഴ്സൊക്കെ ചെയ്ത് ഉള്ളതാണ്. ICM സർവീസ് ചെയ്യാറുണ്ട്. പക്ഷെ ആ വർക്കൊന്നും ഇപ്പോൾ എടുക്കാൻ സമയം കിട്ടാറില്ല. ICMൻ്റെ ഉണ്ട്. അതേമാതിരി 2019 പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് സെൻസർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളും അതിൻ്റെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാൽ എനിക്ക് അറിയാവുന്നതാണ്. ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഇട്ടുന്ന സെൻസർ സ്കാനിങ് ഡയഗ്നോസിങ് സംബന്ധമായിരുന്നു. സ്വന്തമായിട്ട് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. കൊറോണ സമയത്ത് ഒരു ക്രൈസിസിൽ വർക്കേഴ്സിന് ശമ്പളം ചെയ്യാത്തത്
അടിസ്ഥാനത്തിൽ അത് നമുക്ക് ക്ലോസ് ചെയ്യാനുണ്ടായിരുന്നുള്ള ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. അതായത് കാലത്തിന് മുന്നേ പറഞ്ഞ ഒരു ഷോപ്പ് എന്ന് പറയാൻ എൻ്റെ കമ്പനി ഡയഗ്നോസിക് സിസ്റ്റം എന്നൊക്കെ വെച്ചിട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ നമ്മളെ വേണ്ടി ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് സോഫ്റ്റ്വെയർ ഒക്കെ പർച്ചേസ് ചെയ്ത് വാങ്ങിക്കുന്ന ഒരു ഡയഗ്നോസിക് രീതിയിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു വർഷത്തിൽ നല്ല സംഖ്യ ഡയഗ്നോസിക് സ്കാൻ ടൂളിന് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരും. അപ്പോൾ ആ വരുന്ന നാലിലൊന്നും കൂടെ നമ്മൾ 500 റുപ്യൊക്കെ ഒരാളോട് ഡയഗ്നോസിന് പറയുന്ന സമയത്ത് എന്തിനും അത് തോണ്ടിയിരുന്നത്, കാരണം അത്രയും സോഫ്റ്റ്വെയർ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ അത് മടിയാണ്. ഞാൻ സത്യം പറഞ്ഞ ആളുകൾക്ക് ആ ഒരു ഇത് ആക്റ്റീവ് വന്നതിൻ്റെ ആ സമയത്ത് അങ്ങനെ ആയിരുന്നു, നിർത്തി. പിന്നെ ബേസിക്സ് വണ്ടി വളരെ ഇതിലാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ആ ഭാഗം ഒന്നുമില്ല. അപ്പോൾ റോയൽ എൻഫീൽഡ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ സമയം കിട്ടാത്തത് കൊണ്ട് എൻഫീൽഡിലേക്ക് ആ സ്കാൻ ടൂളുകൾ ഞാൻ എൻഫീൽഡിലേക്ക് ബാക്കിയുള്ള വാഹനങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ഒക്കെ പ്രീമിയം സ്കാൻ ടൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അന്ന് കാലത്ത് പ്രീമിയം ലക്ഷങ്ങൾ ഉപയോഗമുള്ള സ്കാൻ ടൂൾ, അത് ആ സ്കാൻ ടൂൾ ഉപയോഗിച്ച സ്കാൻ ടൂൾ തന്നെ ലോഞ്ചിൻ്റെ തന്നെ ആ ഒരു ഇപ്പം ലോഞ്ച് റോയൽ എൻഫീൽഡിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കാനുള്ള EOBD എന്ന് പറഞ്ഞ സ്കാൻ ടൂൾ വെച്ച് ഒരുപാട് ആൾക്കാർ സ്കാൻ ചെയ്യുന്നു. മെക്കാനിക്സ് ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, കഴിയുന്നതും നമ്മൾ കുറച്ചൊരു ഒറ്റ ലോക്കൽ സ്കാൻ ടൂൾ ഉപയോഗിക്കരുത് ഒരിക്കലും. കാരണം അത് ഒന്നിലേക്ക് ഇംപ്ലിമെന്റ് സമയത്ത് ഒരു സെൻസർ പിന്നെ ECM ചെറിയ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഒരിക്കലും ഒരു EOBD പിന്നെ സ്കാനർ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ സ്കാൻ ടൂളാണത്. ഒരു വണ്ടിക്ക് മാത്രം ഉപയോഗിക്കാനുള്ള സ്കാൻ ടൂളാണ്. അതായത് ജനറലായിട്ട് ഉള്ള കോഡുകൾ മാത്രം, അതായത് ഓരോ വാഹനക്ക് ജനറൽ കോഡ് ജനറലായിട്ട് എല്ലാ വാഹനവും പൊതുവായ കോഡ്സ് ഉണ്ട്. മാനുഫാക്ചേഴ്സിന് മാത്രം കോഡ്സ് ഉണ്ട്. മാനുഫാക്ചേഴ്സിന് മാത്രമുള്ള കോഡ്സ് ഒരു കാരണവശാലും നമുക്ക് ജനറൽ EOBD വെച്ച് ചെക്ക് ചെയ്ത് ഷൂട്ട് ഔട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പം മൊത്തം എല്ലാ വാഹനവും അങ്ങനെയാണ്. അതേ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പിന്നെ വണ്ടിൻ്റെ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ആദ്യത്തെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കാൻ ടൂൾ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായിട്ട് പോയിട്ട് സെൻസറൊക്കെ മാറ്റിക്കളയരുത്. കാരണം സെൻസറിന് എപ്പോഴാണ് വോൾട്ടേജ് ആണ് സെൻസറിൻ്റെ ലാംഗ്വേജ്. ആ വോൾട്ടേജ് എപ്പം കുറയുന്നോ ആ സെൻസർ അപ്പം ആ ഒരു ECM അപ്പം അത് ആ കോഡ് ട്രിഗർ ചെയ്യും. അതൊരിക്കലും അതുകൊണ്ടായിരിക്കില്ല, സെൻസറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടായിരിക്കില്ല. അതുകൊണ്ട് ആദ്യം സെൻസർ റിലേറ്റ് കണ്ട അപ്പോൾ സെൻസർ മാറ്റാൻ. ചില ആളുകളെ ഒരു സ്വഭാവമായിരുന്നു മുന്നേ, ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പഴയ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. സെൻസർ മാറ്റി അവസാനം എൻജിൻ വരെ അയച്ചിട്ട്, പിന്നെ സെൻസറിന് നമ്മൾ എൻജിൻ വരെ അയച്ച് വണ്ടി സ്റ്റാർട്ടാവാതെ രണ്ടാമത് അയച്ചിട്ട് സംശയം ചോദിച്ച ആൾ വരെ എനിക്ക് പേഴ്സണൽ അറിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. സ്കാനർ എന്നുള്ളത് സ്കാൻ ഒരു ക്ലൂവർ മാത്രമാണ്, നമുക്കൊരു ക്ലൂ മാത്രമേ തരുള്ളൂ. ആ ക്ലൂ കണ്ടുപിടിച്ച് അതിൻ്റെ ആ ഒരു സർക്യൂട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഒരു വിദഗ്ധനായ മെക്ട്രോണിക് അറിയുന്ന ഒരു മെക്കാനിക്കിന് പഠിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. അത് പഠിച്ചെടുത്ത് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്കിത് ഷോർട്ട് ഔട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതല്ല എങ്കിൽ വയറിംഗ് കിറ്റ് മറ്റൊരു ECM മാറ്റി സെൻസർ കംപ്ലീറ്റ് മാറ്റിയിട്ടും ഒക്കെ റെഡിയാക്കേണ്ടി വരും. അങ്ങനെയാണ് കൂടുതലും നമുക്ക് ഭാരിച്ച ചിലവ് വണ്ടിയിലേക്ക് വരുന്നത്. പിന്നെ മെയിൻ ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, ഒരു 2 വർഷം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി സെക്കൻഡ് എടുക്കുകയാണ്, 2 വർഷം കഴിഞ്ഞ ബാറ്ററി ആണ് എങ്കിൽ 24 മാസമാണ് ശരിക്കും റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ബാറ്ററി കൊടുക്കുക. 48 മാസം കൊണ്ട് 24 മാസം റീപ്ലേസ്മെന്റ് ഉള്ളൂ. അതിനുശേഷം ഓരോ വർഷം ഇത്ര % വണ്ടിക്ക് നമുക്ക് ബാറ്ററി മാറ്റുമ്പോൾ കുറച്ച് വരും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ 3ാമത്തെ ഇയറിലൊന്നും ഉണ്ടായി ബാറ്ററി നമുക്ക് പിന്നെ സ്ക്രാപ്പ് കൊടുത്ത് എത്ര പൈസയാണ് ആ പൈസ തിരിച്ചിങ്ങോട്ട് കുറച്ച് തരുന്നതിൽ ആ ഒരു വേറെ ഒരു വാറണ്ടി ഹൈപ്പ് ചെയ്ത് കാണിക്കാനുള്ള വെറും ഒരു തരികയുടെ പരിപാടി മാത്രമാണ്. 2 വർഷമേ ഉള്ളൂ. അപ്പോൾ ഈ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാറ്ററിൻ്റെ ഹെൽത്ത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഒരു ബാറ്ററിയുടെ ഹെൽത്ത് ചെക്ക് ചെയ്ത് ഓക്കെയാണ് മാത്രം ബാറ്ററിൻ്റെ വോൾട്ടേജ് നോക്കരുത്. ആംബിയറും വോൾട്ടേജും കറക്റ്റായിട്ട് ലോഡ് എടുക്കുന്നുണ്ടോ നോക്കിയതിന് ശേഷം മാത്രം ECM ഉള്ള വണ്ടികളിൽ ആ ബാറ്ററി ഉപയോഗിക്കുക. ഇതിൻ്റെ മാക്സിമം ഇതിൻ്റെ ECM കംപ്ലൈൻ്റ് ആണുള്ള ഒരു കാരണം ബാറ്ററി വീക്ക് തന്നെയാണ്. അപ്പോൾ സെൽഫുള്ള വണ്ടിയാണ് നമ്മൾ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ സെൽഫ് സ്റ്റാർട്ട് അടിക്കുക, കിക്കർ അടിക്കുക. അപ്പോൾ കിക്കർ അടിക്കാൻ ഇപ്പോൾ ജെ സീരീസിന് കിക്കർ കൊടുക്കാത്തതുകൊണ്ട് ബെറ്റർ നമ്മൾ ബാറ്ററി മാറ്റിക്കോളും. അതുകൊണ്ട് ആ ഒരു വിഷയം ജെ സീരീസ് വരുന്നില്ല. ഈ വണ്ടി കിക്കർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അവസാനം ഡെഡ് ആകുന്നത് വരെ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ECMന് പെട്ടെന്ന് ഈ വോൾട്ടേജ് വേരിയേഷൻ സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ ECM കംപ്ലൈൻ്റ് ആവും. യാതൊരു സംശയവുമില്ല. ഇലക്ട്രോണിക്സ് ഡിവൈസ് ആണത്. അതുകൊണ്ട് ഈ വോൾട്ടേജ് വേരിയേഷൻ ഏതൊരു മേഖലയിൽ വോൾട്ടേജ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ആ സാധനം കംപ്ലൈൻ്റ് ആവും. സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഗ്രാജുവലായിട്ട് കംപ്ലൈൻറ്റ് വരിക. അതുകൊണ്ട് ECM മെയിൻ പോകാനുള്ള കാരണം ബാറ്ററി കൂടെയാണ്. നിങ്ങൾ ബാറ്ററി റീപ്ലേസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട വേറൊരു കാര്യത്തോട് പറഞ്ഞുതരാം. വാട്ടർ സർവീസ് നല്ല ഹൈ പ്രഷർ വാഷ് ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ബൈക്കിൻ്റെ മാഗ്നറ്റ് താഴോട്ട് പോയതാണ്. ഹൈ പ്രഷർ വാഷ് ചെയ്യുന്ന സമയത്ത് ജെ സീരീസ് ആണ്. ഇതൊന്ന് കവറിട്ട് കെട്ടുക. സൈലൻസറിൻ്റെ മൗത്ത് ഇതൊന്ന് കവറിട്ട്
മൗത്തിലൊന്ന് കവറിട്ട് ടൈ ചെയ്തിടുക. പിന്നെ ഈ ഭാഗങ്ങൾ ഹൈ പ്രഷർ വാഷ് ഒരിക്കലും ഉപയോഗിക്കരുത്. വെള്ളം ഒഴുക്കി കഴുകാൻ, സെൻസറുള്ള വണ്ടിയാണ്, വെള്ളം ഒഴുക്കി കഴുകാൻ മാത്രമേ പറ്റുള്ളൂ. ഒരു കാരണവശാലും ഹൈ പ്രഷർ ഹൈ ഫോഴ്സിൽ വെള്ളം ഒഴിക്കരുത്. വാട്ടർ പ്രൂഫിംഗ് കപ്പിളാണ് ഉപയോഗിക്കുന്നതെങ്കിലും കൂടി ഫോഴ്സിൽ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ഗ്രാജ്വലി പ്രശ്നം വരും. പിന്നെ കഴുകിക്കഴിഞ്ഞാൽ നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. വെള്ളം വാട്ടർ കണ്ടന്റ് ഒക്കെ ഏകദേശം നല്ല കപ്പറൊന്ന് ഒഴിവാൻ ശേഷം മാത്രം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ചില സമയങ്ങളിൽ വണ്ടി കഴുകിക്കഴിഞ്ഞാൽ സെൻസറിൽ വെള്ളം നിന്നിട്ട് ML തെളിഞ്ഞ് നിൽക്കാറുണ്ട്. തെളിഞ്ഞിരിക്കുന്ന സമയത്ത് ഒന്ന് വെയിൽ കൊള്ളിക്കുക. ഒന്ന് കുറച്ച് ഓടിയിട്ടും പോകുന്നില്ല, നേരെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയി സ്കാൻ ചെയ്യാൻ പൈസ കളയാൻ ഒന്നും നിൽക്കണ്ട. നിങ്ങൾ ബാറ്റിനെ ബാറ്റ് അയച്ചിട്ട് നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ് അയച്ചിട്ട് ഒരു 10-15 മിനിറ്റ്, ഒരു 30 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും കുറഞ്ഞത് 10-15 മിനിറ്റ് എങ്കിലും, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 30 സെക്കൻഡ് എങ്കിലും, ഒരു സമയത്ത് ഒരു 30 സെക്കൻഡ് എങ്കിലും നിങ്ങൾ ആ ഒരു ഊരിയിടുക. ഊരിയിട്ടിട്ട് പിന്നെ റീകണക്ട് ചെയ്യുക. റീകണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ML അവിടെ പോകുന്നു 90% ML ആയിട്ട് ഓഫ് ആയിരിക്കും. അത് റീസെറ്റ് ആവും, ഈസിയും റീസെറ്റ് ആവും. അപ്പോൾ ഇതാണ് ചെയ്യാനുള്ള കാര്യങ്ങൾ. വാട്ടർ സർവീസിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ 20 കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ ഒരു സംഗതി സ്പാർക്ക് പ്ലഗും അഡാപ്റ്ററും മാറ്റി കൊടുക്കുക. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ അയച്ച സമയത്ത് ഒരുപാട് വർക്ക്ഷോപ്പിൽ പോയിട്ട് പ്രശ്നം തീർക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവന്മാർ ഈ എൻ്റെ അടുത്ത് കസ്റ്റമർ വന്നു കേട്ടോ. അതൊക്കെ തൂക്കിയിട്ടതാണ്. ഇതൊന്നും തൂക്കിയിടത്, കാരണം ഇതൊക്കെ ഫിക്സഡാക്കി വെക്കുക കേട്ടോ. ഇതൊക്കെ വണ്ടി നമ്മൾ ഷോപ്പിൽ വീട്ടിൽ വെക്കാനുള്ളതല്ല, പോർച്ചിൽ വെക്കാനുള്ള ഓടുന്ന വണ്ടിയാണ്. അതൊക്കെ ഉള്ളിൽ കിടന്ന് ഷെയ്ക്കാവും. അതിനകത്ത് ഫ്യൂസ് കാര്യങ്ങളൊക്കെ ലൂസ് കോൺടാക്ട് വരും. ഇതൊക്കെ നമ്മുടെ രീതിയിൽ ECM നല്ല രീതിയിൽ ബാധിക്കും കേട്ടോ. അതുമാതിരി റിലേ ലൂസ് കോൺടാക്ട് എന്ത് വന്നു സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ ECM ആണ് ആദ്യം പോവുക. ഇലക്ട്രോൺ ഡിവൈസ് കൺട്രോളറാണ് ആദ്യം കംപ്ലൈൻറ്റ് വരെ. ഇങ്ങനെ അത് ബാറ്ററി നല്ല ടെർമിനൽ നല്ല ടൈറ്റ് ഉണ്ടോ എന്നുള്ളത് എപ്പോഴും ബാറ്ററി പോയിട്ട് തന്നെ ബാറ്ററി ടെർമിനൽ ടൈറ്റ് ആണ് എന്നുള്ളത് നല്ല രീതിയിൽ കൺഫേം ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതൽ വിഷയം അല്ല പറഞ്ഞാൽ ഇത് ഇന്റർമിറ്റൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്റർമിറ്റൻ്റ് ഏറ്റവും മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് വരുന്ന ഓക്സിജൻ സെൻസറാണ്. ഓക്സിജൻ സെൻസറിന് സൈലൻസറിൻ്റെ മുകളിലുള്ള O2 സെൻസർ എന്നാണ് പറയുക. ഇതിന് ലംബാഡ സെൻസർ, ഓക്സിജൻ സെൻസർ എന്ന് പറയുന്നതാണ്. അപ്പം ഈ ഒരു സെൻസർ ഇവിടെ വെച്ച് ക്രാഷ് കാർഡ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ഈ ഒരു വയറിനെ പിന്നെ ബുദ്ധിമുട്ടാക്കുന്നതിൻ്റെ കേബിളിന് ടൈറ്റായി നിൽക്കുന്നോ, അതല്ലെങ്കിൽ ഈ ക്രാഷ് കാർഡ് തട്ടിക്കഴിഞ്ഞാൽ വളഞ്ഞത് പൊട്ടുന്നോ ആയിട്ടുള്ള ക്രാഷ് കാർഡുകൾ ഒഴിവാക്കുക. എന്നിട്ട് നല്ല രീതിയിലുള്ളതും സൂട്ടായിട്ടുള്ള ക്രാഷ് കാർഡ് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഈ സെൻസറാണ് വണ്ടിയുടെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് എത്രത്തോളം ഫയർ ആവാതെ ബേൺ ആവാതെത്തോളം ഓക്സിജൻ പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് ആണ് കൺട്രോൾ, അതായത് എന്നുള്ള അറിവ് ECMന് കൊടുക്കുന്ന സെൻസറാണ് ഓക്സിജൻ സെൻസർ എന്ന് പറയുന്നത്, O2 സെൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചാണ് പൾസ് വീഡ്ത്ത് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഇഞ്ചക്ടറിൻ്റെ പൾസ് വീഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ടർ എത്ര സമയം ഓൺ ആയി നിൽക്കണം, എത്ര സമയം ഓഫായി നിൽക്കണം എന്ന് കൺട്രോൾ ചെയ്യുന്ന ECM ആണ്. എത്രത്തോളം പെട്രോൾ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ തുടർച്ചയായിട്ട്, അതായത് ഏറ്റക്കുറച്ചിലുള്ള നല്ല രീതിയിൽ ഫ്യൂവൽ നല്ല രീതിയിൽ സപ്ലൈ കൊടുക്കും. ആ രീതിയിൽ നമുക്ക് പിന്നെ നല്ല രീതിയിൽ മൈലേജ് ഡ്രോപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പെർഫോമൻസ് നല്ല രീതിയിൽ ബാധിക്കാനുള്ള സംഗതിയാണ് O2 സെൻസർ. O2 സെൻസറിന് 3000 രൂപ മാത്രം, 3000 സംതിങ് ആണ് വില വരുന്നുണ്ട്. സംതിങ് 300 റേഞ്ചിൽ വില വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ തുടക്കത്തിൽ 3000 രൂപ ഒരു സെൻസറിന് വണ്ടി ഓടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചത് ഒഴിവാക്കരുത്. അത് മാറ്റിയിടുക. നമുക്ക് ഡെയിലി കമ്മിറ്റിന് ഉപയോഗിക്കുന്ന 100-200 പെട്രോൾ ഉപയോഗിച്ച് ഓടുന്ന ആളുകൾ നല്ല രീതിയിൽ ഒരു പാതി വെച്ച് മൈലേജ് കട്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 30% 30-40% എന്തായാലും കട്ടാവും. പെട്രോൾ അടിക്കുന്ന 10 ദിവസം പെട്രോൾ അടിക്കാൻ ഒരു പൈസ മതിയാവും വിചാരിക്കുമ്പോൾ ഓക്സിജൻ സെൻസർ മാറ്റി കഴിഞ്ഞാൽ വണ്ടി നല്ല പെർഫോമൻസ് കിട്ടും. അതേമാതിരി കറക്റ്റ് പ്രോപ്പറായിട്ട് മൈലേജും ഒക്കെ കിട്ടും. അതുകൊണ്ട് ഓക്സിജൻ സെൻസർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നല്ല ഇന്റർമീഡിയറ്റ് ആയിട്ട് വരാനുള്ള മെയിൻ കാരണം ഓക്സിജൻ സെൻസർ തന്നെയാണ്. നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്, കൂടുതൽ വീഡിയോ ലെങ്തി ആക്കുന്നില്ല. ഓൺ ചെയ്തു. ഇത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ വലിയ സ്കാൻഡുകൾ ഉപയോഗിച്ചാൽ മാത്രമേ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു വിവരം കിട്ടുള്ളൂ. ഇതിൻ്റെ ECM പ്രോപ്പർ കമ്പനി ECM നമ്പർ വരെ കാണിക്കുന്നു, ECM നമ്പർ വരെ കാണിക്കുന്നുണ്ട്. മറ്റേ ECM മാറ്റിയതാണെങ്കിൽ നമ്പർ കാണിക്കില്ല കേട്ടോ. നമ്മൾ റീഡ് ഫാൾട്ട് കോഡ് ഒരിക്കൽ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതയല്ല.
നോ ഫോൾട്ട് കോഡാണ് കാണിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് ഇതിനടുത്ത ഓപ്ഷൻ തന്നെ കംപ്ലൈൻറ്റ് കാണുന്ന ലൈവ് ഡാറ്റ എടുത്തതിന് ശേഷം പ്രോസസ്സിംഗ് ആണ്. ലൈവ് ഡാറ്റ എടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇതൊക്കെ ലൈവ് ഡാറ്റ, ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഇതിന് ലൈവ് ഡാറ്റ കിട്ടും കേട്ടോ. സെലക്ട് ഓൾ അടിച്ച് ഓക്കെ അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ലൈവ് ഡാറ്റകൾ കറക്റ്റായിട്ട് നമുക്ക് റീഡ് ചെയ്തിട്ട് ഇതൊക്കെ നമ്മൾ പ്രൊഫഷണൽ ടൂളിൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ കഴിയുള്ളൂ. ഞാൻ ലോക്കൽ ടൂൾ ഉപയോഗിച്ചിട്ടില്ല, കാരണം സാധ്യതയില്ല എനിക്ക് തോന്നുന്നു. അറിയാമല്ലോ, കമൻറ്റ് ചെയ്യുക. ലോക്കൽ ടൂൾ ഞാൻ ആദ്യം തന്നെ പ്രൊഫഷണൽ ടൂളാണ് ഉപയോഗിക്കുന്നത് ഈ ഗ്രാഫ് കാണാൻ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പൾസ് വിഡ്ത്ത് കാര്യങ്ങളൊക്കെ. ഞാൻ ഒരു ഉദാഹരണത്തിന് ഓക്സിജൻ സെൻസറിൽ എടുക്കാം. ഇത് എൻജിൻ RPM കാണിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുക, എൻജിൻ ഓയിൽ ടെമ്പറേച്ചറിൻ്റെ ആണ്. അപ്പോൾ ടെമ്പറേച്ചറിന് കൂടി പോകണം നോക്കുക. നമ്മൾ വണ്ടി ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് അങ്ങനെ ഗ്രാഫ് കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. കൂടിയും കുറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഉണ്ടല്ലേ, കൂടി ഇങ്ങനെ 40. അപ്പം ഇങ്ങനെയാണ് ഗ്രാഫ് നമ്മൾ ചെക്ക് ചെയ്തിട്ട്. പിന്നെ കൂടുതൽ വിഡ്ത്ത് ചെയ്യുന്നില്ല, വിഡ്ത്തല്ല, വീഡിയോ ലെങ്ത് ചെയ്യുന്നില്ല. അപ്പം ഞാൻ അത് ഓഫ് ചെയ്യാണ്. ഇതിൻ്റെ സ്കാനിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ മുമ്പുള്ള പഴയ കാലത്ത് വയ്ക്കൊണ്ട് ആ ഒരു 2019, 20, 21 കാലങ്ങളിൽ ഒരുപാട് സ്കാനിങ് ട്യൂട്ടോറിയൽസ് വീഡിയോസ് എടുത്തിട്ടുണ്ട്. വണ്ടിയുടെ റെസ്പോൺസ് നമ്മൾ VSൻ്റെ ഭാഗത്ത് നിന്ന് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്ത്. ഇപ്പം ആ ഒരു സമയത്ത് നല്ല ചെയ്തിരുന്നു. അപ്പോൾ ഇനിയും ആവശ്യമുള്ളത് റോയൽ എൻഫീൽഡ് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എത്രത്തോളം 1, 2, 3 ആളെ കമൻറ്റിലൊന്നും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, ഓരോ ഭാഗങ്ങളും എങ്ങനെ ലൈവ് ഡാറ്റ എടുത്തിട്ട് ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ആ ഒരു സിസ്റ്റം പിന്നെ കംപ്ലീറ്റ് ഷോർട്ട് ഔട്ട് ചെയ്ത് തീർക്കാമെന്നുള്ളൂ. പിന്നെ വേണമെങ്കിൽ പിന്നെ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ ഒരു വണ്ടിക്കുണ്ടായ വിഷയം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സെൻസറിൻ്റെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു വോൾട്ടേജ്, ഇത് സെൻസർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് വരും. അതേമാതിരി സർക്യൂട്ട് ലൂസ് ഉണ്ടെങ്കിൽ അത് വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക BS6 വണ്ടിയുള്ള ആളുകൾ. ഇത് പിന്നെ വേറൊരു കാര്യം, ഈ ഒരു വണ്ടി ക്രാങ്ക് വെയിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ES ഇലക്ട്രിക് സ്റ്റാർട്ടുള്ള ഈ വണ്ടി ഇത് പക്ക സ്റ്റാൻഡേർഡാണ്. ടാങ്കിന് സ്ട്രൈപ്പില്ലാന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് സെയിം ക്രാങ്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് കിട്ടിയത് ഞാൻ എഞ്ചിൻ അയച്ചു കൊടുത്തോളം, എഞ്ചിൻ വർക്ക് എടുത്തോളത്തോളം ഈ ഒരു വണ്ടിക്ക് ക്രാങ്ക് വെയിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായിട്ട് അങ്ങനെ പറയാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് വണ്ടി ഓടിച്ചാൽ തന്നെ കാര്യം ടോപ്പ് ഗിയറിലിട്ട് 40 വണ്ടി ടോപ്പ് ഗിയറിൽ വണ്ടി ഇടിക്കാതെ പോകുന്നുണ്ടെങ്കിൽ ക്രാങ്ക് വെയിറ്റ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.